ഇൻഫാക്ട് അയാൾക്ക് എന്ത് പവറാണ് ഞാൻ വണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ എൻ്റെ ബോഡിയെ പറ്റി എന്ത് കമൻറ്റ് ചെയ്യാനും അയാൾക്ക് എന്ത് അർഹതയാണുള്ളത്. പുള്ളിക്കറിയോ എൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി, എൻ്റെ ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസോ ഹോർമോണൽ ഇഷ്യൂസോ. എനിക്കൊരു പ്രശ്നം ഇല്ലെങ്കിലും ഓരോരുത്തർക്കും ഒരു ബോഡി ടൈപ്പ് ഉണ്ട്. അതെൻ്റെ വർക്കിനെ ബാധിക്കുന്നില്ലെങ്കിൽ പ്രസ്സിനോ ആർക്കാണ് എന്തിനാണ് ഈ പ്രശ്നം, അത് ഒരു പുരുഷനോട് ഇതൊരിക്കലും ചോദിക്കില്ല. അതാണ് എനിക്ക് അവിടെ ഒരു ഹീറോ ഉണ്ടായിരുന്നു. അവരോട് സിനിമയെ പറ്റിയും എല്ലാം ചോദിച്ചു. ഇത്രയും ഒരു ബുള്ളിങ് ആൻഡ് ഹറാസ്മെൻറ്റ് എന്തുകൊണ്ട് നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നാണ് എനിക്ക് ആ ഒരു 10 മിനിറ്റിൽ ഒരാളും അയാളോട് മിണ്ടാതിരിക്കാനോ അയാളെ കൂളാക്കാതെ എന്നോടാണ് മിണ്ടാതിരിക്കാൻ പറയുന്നത്. അപ്പം ഞാൻ പറയുകയും ചെയ്തു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പിന്നെ പുള്ളിയും പറയുന്നുണ്ട്, തന്നോടല്ലല്ലോ ചോദ്യം ചോദിച്ചത്, ഡയറക്ടറിനോടല്ലേ, അന്നാണെങ്കിലും ഹീറോനോടല്ലേ, എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വായ്പൂട്ടിയിരിക്കണോ? ദിസ് ഈസ് അൺബിലീവബിൾ, ഇറ്റ്സ് റിഡിക്യുലസ്. എനിക്കത് ഇങ്ങനെയും ചിന്തയുള്ള ആൾക്കാർ ഇന്നും ഈ ജനറേഷനിലും ഉണ്ടോ എന്നുള്ളൊരു ഷോക്കിലായിരുന്നു എൻ്റെ പ്രതികരണം. ഞാൻ മര്യാദ ഇല്ലാത്തതുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ മാപ്പ് പറയണം. അത് ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ്. ദർ ഈസ് സം ലെവൽ ഓഫ് പീട്രിയാർക്കി ആൻഡ് മിസോജിനി ഇൻ ദ സൊസൈറ്റി. ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് നീ ഒരു തടിച്ചയാണ് എന്ന് പറയുന്നത് മാത്രമാണെന്നാണ് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ബോഡി ഷേമിംഗ് കുഡ് ഓൾസോ ബി, കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടെ മെലിഞ്ഞിട്ടായിരുന്നല്ലോ, ഇപ്പോൾ കുറച്ചുകൂടെ വണ്ണം വെച്ചോ, അല്ലെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്, പക്ഷെ ചെറുതായിട്ടൊന്ന് എക്സസൈസും കൂടെ തുടങ്ങിക്കോളൂ കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ചബി ഫീലിംഗ് തോന്നുന്നുണ്ട്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ലത് പറയാൻ പറ്റില്ലെങ്കിൽ ചീത്ത പറയരുത്, ഒന്നും മിണ്ടാതിരിക്കുക. ആ ഇൻ്റർവ്യൂവിൽ ഒരു ആക്ട്രസിനോട് ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കാം, ഈ സിനിമയിൽ അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിക്കാം. പക്ഷെ നടനോട് ഇവളെ പൊക്കിയപ്പോൾ ഇവളുടെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് തോന്നി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ പൊക്കാനായിട്ട്, ഇതുപോലെയുള്ള ഇതേ കാറ്റഗറിയിലൊക്കെ വരുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് എന്ത് യൂട്യൂബറാണ് ആരാണെന്ന് പറഞ്ഞാലും അത് അവരെ ഒരു ഒബ്ജക്റ്റായിട്ട് മാത്രം കാണുകയാണ്. ആ നടിയോട് നിങ്ങളെ പൊക്കാൻ മാത്രമുള്ള ആരോഗ്യം ഇയാൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയോ എന്ന് ചോദിച്ചാലും അതും ബോഡി ഷേമിംഗ് ആണ്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സോറി പറയില്ല എന്ന് പറയുമ്പോൾ അതൊരു സമൂഹത്തിൻ്റെ ബുദ്ധിശൂന്യതയാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ആ ഒരു വീഡിയോയിലൂടെ. ഈ ഒരു കാരണം കൊണ്ട് എങ്ങാനും സിനിമയുടെ പബ്ലിസിറ്റി കുറഞ്ഞാലോ എന്ന് വിചാരിച്ചാണോ ആരും റിയാക്ട് ചെയ്യാതിരുന്നത്? അല്ലെങ്കിൽ ഇനി ഇത് വെറും ഒരു PR സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ട് നടി ചെയ്തു കൂട്ടുന്നതാണ്? PR സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ട് നടി ചെയ്തു കൂട്ടിയതാണെങ്കിൽ അതിങ്ങനെ ആരെങ്കിലും സ്വയം അധിക്ഷേപിച്ചുകൊണ്ട് ചെയ്യുമോ? ആയിക്കോട്ടെ, നമ്മൾ PR സ്റ്റണ്ടാണോ അല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. പക്ഷേ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാഷ്വലായിട്ട് പോലും നല്ലത് മാത്രം മറ്റൊരാളുടെ ശരീരത്തിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുക. അല്ലാതെ സംസാരിക്കുമ്പോൾ അത് അയാളെ ഹേർട്ട് ചെയ്യേണ്ടത് മനസ്സിലാക്കുക. ബോഡി ഷേമിംഗ് ഇസ് ലീഗലി ആസ് വെൽ റോങ്. നിയമം വന്നു കഴിഞ്ഞു. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡോക്ടർ ഗായത്രീസ് വെൽനസ് സ്പേസ്.